നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പണിയെന്ന് പറഞ്ഞാൽ ഇതാണ് സൂപ്പർ പണി. KSEB ഓഫീസിലെ ജീവനക്കാരുടെ ധാർഷ്ട്യം കണ്ട് പലപ്പോഴും നിസ്സംഗതയോടെ നിൽക്കാൻ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് കഴിയൂ. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യത്തിന് ഒരുങ്ങുമ്പോഴായിരിക്കും വീട്ടിലെ കറണ്ട് പോവുക. KSEB ഓഫീസിലേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കുക മിക്കവാറും പതിവില്ല. KSEB ഓഫീസിലേക്കൊന്ന് ചെന്നാലോ അവരുമായി ഒന്ന് സംസാരിക്കണമെങ്കിൽ പോലും മണിക്കൂറുകളോളം കാത്തിരിക്കണം. ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പാലാരിവട്ടം വൈദ്യുതി ഓഫീസിലേക്ക് 55-കാരനായ പരമേശ്വരൻ രോഗിയായ ഭാര്യയുടെ കയ്യും പിടിച്ച് കയറി ചെന്നത് രാത്രിയിൽ. വൈദ്യുതി ഓഫീസിലേക്ക് രാത്രി ഭാര്യയുടെ കൈപിടിച്ച് പരമേശ്വരൻ നടന്നു കയറിയപ്പോൾ ജീവനക്കാർ അമ്പരന്നു. എന്താണ് കാര്യം എന്നവർ തിരക്കി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇന്ന് രാത്രി ഇവിടെ താമസിക്കാൻ പോവുകയാണ് എന്ന് പരമേശ്വരൻ. കയ്യിൽ കരുതിയിരുന്ന പായ നിലത്തേക്കങ്ങ് വിരിച്ചു. ജീവനക്കാർ ആദ്യം തടുക്കാൻ ശ്രമിച്ചെങ്കിലും പരമേശ്വരൻ കട്ടയ്ക്ക് നിന്നു. നിലത്ത് പായ വിരിച്ചതിന് ശേഷം ഭാര്യ ചന്ദ്രകലയെ അവിടെ കിടത്തി. തൊട്ടടുത്ത് പരമേശ്വരനും നീണ്ടു നിവർന്ന് അങ്ങ് കിടന്നു. ജീവനക്കാരൊക്കെ ചുറ്റും കൂടി നിന്നു. അല്ലാതെ എന്തു ചെയ്യാൻ? പാലാരിവട്ടം വൈദ്യുതി ഓഫീസിൽ തിങ്കളാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത്. പരമേശ്വരന്റെ വേറിട്ട പ്രതിഷേധം പെട്ടെന്ന് തന്നെ കാട്ടുതീ പോലെ നാട്ടിൽ പരന്നു. രാത്രിയായാൽ വീട്ടിൽ കറണ്ടില്ല, പരാതി പറഞ്ഞ് മടുത്തുവെന്നാണ് പരമേശ്വരൻ പറയുന്നത്. അത്യുഷ്ണം. ഈ കൊടും ചൂടിൽ വൈദ്യുതിയില്ലാതെ ഒരു ഫാനിടാതെ എങ്ങനെ മനുഷ്യൻ കിടന്നുറങ്ങും? സഹിക്കാൻ വയ്യാതെയാണ് രോഗിയായ ഭാര്യയും കൂട്ടി താൻ വൈദ്യുതി ഓഫീസിൽ ചെന്ന് കിടന്നുറങ്ങി പ്രതിഷേധിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞെങ്കിലും പരമേശ്വരൻ പിൻവാങ്ങിയില്ല. വീട്ടിൽ കിടന്നുറങ്ങാൻ നിർവാഹമില്ല, അതുകൊണ്ടാണ് താൻ ഭാര്യയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങളൊക്കെ കറണ്ടില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ വൈദ്യുതി ഓഫീസിൽ കറണ്ടിന് ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന് പരമേശ്വരൻ ചോദിച്ചു. ജീവനക്കാർ വിളിച്ചറിയിച്ചതനുസരിച്ച് പാലാരിവട്ടം പോലീസ് എത്തി. പക്ഷേ പരമേശ്വരനെയോ ചന്ദ്രകലയോ അവിടെ നിന്ന് മാറ്റാൻ പോലീസിനും അത്ര ധൈര്യം പോയില്ല. ബലപ്രയോഗത്തിലൂടെ പരമേശ്വരനെയും ഭാര്യയെയും അവിടെ നിന്ന് മാറ്റാൻ പോലീസ് കൂടി മുതിരാതിരുന്നതോടെ ജീവനക്കാർ വെട്ടിലായി. ഇതിനിടയിൽ പരമേശ്വരനും ഭാര്യയ്ക്കും വലിയ പിന്തുണയുമായി നാട്ടുകാർ വൈദ്യുതി ഓഫീസിന് ചുറ്റും കൂടി. ജീവനക്കാർ അമ്പരന്നു എന്ന് മാത്രമല്ല, പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കാം എന്ന ഉറപ്പ് നാട്ടുകാർക്ക് കൊടുത്തു. രായ്ക്ക് രാമാനം ജീവനക്കാർ പുറത്തിറങ്ങി. പിന്നെ അവർ നേരെ പോണേക്കര പ്രദേശത്തേക്ക് പോയി. പുലർച്ചെ 3 മണിയോടെ പോണേക്കര പ്രദേശത്തെ കറണ്ട് തടസ്സം പൂർണ്ണമായി പരിഹരിച്ചു. രോഗിയായ ഭാര്യയും കൂട്ടി അങ്ങനെ പരമേശ്വരൻ വീട്ടിലേക്ക് മടങ്ങി. ഒപ്പം കയ്യടികളോടെ നാട്ടുകാരും. 1-2 ദിവസങ്ങളിലെ വൈദ്യുതി തടസ്സമല്ലിത്. പോണേക്കരയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ കഴിഞ്ഞ 10 വർഷമായി രാത്രിയായാൽ പിന്നെ വൈദ്യുതി തടസ്സമാണ്. ഇതുവരെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ വൈദ്യുതി വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ജീവനക്കാർ ഇടയ്ക്കൊക്കെ അതുവഴി വന്നുപോയി ഒന്ന് നോക്കാറുണ്ടെങ്കിലും ആരും ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടില്ല. മണിമല റോഡിൽ നോർത്ത് ഭാഗങ്ങളിലെല്ലാം രാത്രി 9 മണിയാകുമ്പോൾ കറണ്ട് പോകും. പിന്നീട് പുലർച്ചയോടെ മാത്രമേ കറണ്ട് വരൂ. ഇതിനിടയിൽ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ കൊടും ചൂടിൽ കേടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പലതവണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതി നൽകി. വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർ പക്ഷേ ഒഴിഞ്ഞുമാറി. ഒരു രക്ഷയുമില്ലാതിരുന്നപ്പോഴാണ് നമ്മുടെ പരമേശ്വരന്റെ ഒന്നൊന്നര പണി, അതും KSEB ജീവനക്കാർക്ക് കിട്ടിയത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്ന് നാട്ടുകാരും ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പ്രദേശവാസികളുടെ തീരുമാനം ശക്തമായിരുന്നു. ഒപ്പം പരമേശ്വരന്റെയും ചന്ദ്രകലയുടെയും വേറിട്ട ഈ സമരരീതിയും. എന്നാൽ KSEB പറയുന്നത് രാത്രിയിലെ അമിത വൈദ്യുതി ഉപയോഗമാണ് പോണേക്കരയിലെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന്. 315 kVയുടെ ട്രാൻസ്ഫോമറാണ് അവിടെയുള്ളത്. ഭൂരിഭാഗം വീടുകളിലും ഒന്നിലധികം AC പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് രാത്രിയായാൽ തടസ്സമുണ്ടാകും. പരിഹാരത്തിനായി 100 kVയുടെ ഒരു ട്രാൻസ്ഫോമർ കൂടി ഇവിടെ സ്ഥാപിക്കുന്നതിനായി നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് അധികൃതർ പറയുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് വൈദ്യുതി നിരക്ക് വാങ്ങാൻ ഒരു ഉളുപ്പുമില്ല ഈ KSEBക്ക്. പിന്നെ എന്തുകൊണ്ടാണ് 100 kVയുടെ ഒരു ട്രാൻസ്ഫോമർ കൂടി അവിടെ സ്ഥാപിക്കാൻ മുൻകൈയെടുക്കാത്തത്? രാത്രിയിൽ ഇത്രയധികം വൈദ്യുതി തടസ്സമുണ്ടെങ്കിൽ പിന്നെന്തിനാണ് പണപ്പിരിവിനവർ ഇറങ്ങുന്നത്? കഷ്ടം തന്നെയല്ലേ? ജനങ്ങൾക്കും ചില അവകാശങ്ങളുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന കാലമാണിത്. സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് ഇക്കാലത്ത്. ഇതൊക്കെ ഖജനാവിലെ പണമെണ്ണി വാങ്ങുന്ന ജീവനക്കാർ തിരിച്ചറിയണം. ഒപ്പം അവരുടെ മേലധികാരികളും. ജീവനക്കാർ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ പറയുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് KSEBയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക്.
ഇല്ലെങ്കിൽ ഇത്തരം നിരവധി പരമേശ്വരന്മാർ പായുമെടുത്ത് നേരെ KSEB ഓഫീസിലേക്ക് പുറപ്പെടും. ഇപ്പോൾ പാലാരിവട്ടം KSEB ഓഫീസിലാണ് പരമേശ്വരനും ഭാര്യ ചന്ദ്രകലയും എത്തിയതെങ്കിൽ ഇനി നേരെ പട്ടത്തുള്ള KSEB ആസ്ഥാനത്തേക്കായിരിക്കും ജനങ്ങളുടെ ഒന്നൊന്നര വരവ്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ KSEB ഒക്കെ ഒന്ന് നന്നാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.